സാർ, മീററ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് അവർ യുദ്ധ റിപ്പോർട്ടിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇനി മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിനെ ആധികാരികമാക്കി എടുത്തുകൊണ്ട് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഇത് മതി, നമ്മുടെ സംസ്കാരം ഇതാണ്, അങ്ങനൊരു നീക്കമാണോ ഇതിന് പിന്നിലെ? അല്ല, അങ്ങനെയല്ല. ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരിത്തിരി ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ഈ മെക്കോളെ സാഹിബ് എന്നും പറയാം, സാഹിബ് എന്നും പറയാം. ആ സാഹിബ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിക്ക് ആമുഖം എഴുതിയിട്ടുണ്ട്. ആ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇന്ത്യക്ക് അഭിമാനകരമായ അറിവില്ല, ചരിത്രമില്ല, ശാസ്ത്രമില്ല, സാഹിത്യമില്ല, സംഗീതമില്ല, മതമില്ല, തത്വശാസ്ത്രമില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഉള്ളത് യൂറോപ്പിലാണ്. അതുകൊണ്ട് യൂറോപ്പിൻ്റെ വിജ്ഞാനം ഇന്ത്യക്കാരെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണം, അദ്ദേഹം എഴുതി വെച്ചങ്ങനെയാണ്, എൻ്റെ അഭിപ്രായമല്ല, അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണം, കാഴ്ചയിൽ ഇന്ത്യക്കാരും സ്വഭാവത്തിലും സംസ്കാരത്തിലും യൂറോപ്യന്മാരുമായ ഒരു ജനത ഇന്ത്യയിൽ വരും. അങ്ങനെ മാത്രമേ ഇന്ത്യൻ സംസ്കാരത്തെ നമുക്ക് കീഴടക്കാൻ കഴിയൂ. സംസ്കാരത്തെ കീഴടക്കിയ ലക്ഷ്യമാണത്. അത് ഈ ഇന്ത്യ ഇപ്പോൾ ഈ ഡാനിയൽ ജോൺസ് എന്നും പറഞ്ഞിട്ട് മാക്സ് മുള്ളർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസ്കൃതത്തിന് അത് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ? അതെ. അവരുടെയും ലക്ഷ്യം ഇന്ത്യൻ സംസ്കാരത്തെ കീഴടക്കലായിരുന്നു. അവരെല്ലാവരും ഭയക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തെ തന്നെയാണ്. അപ്പോൾ അതിനെ കീഴടക്കണം. അതിനെ കീഴടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നുള്ളൊരു ഗതിമാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് വരാം. ലോകത്തിൽ ഇത്രയും സത്യസന്ധമായ ഒരു വാർ റിപ്പോർട്ടിംഗ് നിങ്ങൾക്കും കുരുക്ഷേത്ര യുദ്ധം റിപ്പോർട്ട് ചെയ്തതല്ലാണ്ട് വേറെ കാണാൻ പറ്റില്ല. ഞാനത് വായിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം സഞ്ജയനെ, അതെങ്ങനെയാണ് കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധം കാണാനായിട്ട് ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ല. അപ്പോൾ സഞ്ജയൻ ഉൾക്കാഴ്ചയിലൂടെ ഈ യുദ്ധം കണ്ടിട്ട് കണ്ട യുദ്ധം അതുപോലെ അവതരിപ്പിക്കുകയാണ്. സഞ്ജയനുള്ളൊരു ചോദ്യമുണ്ടല്ലോ ഭഗവത്ഗീത തുടങ്ങുമ്പോൾ തന്നെ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവ അശൈവ കിം അകുർവത സഞ്ജയ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സഞ്ജയൻ, അതായത് അത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മനോഹരമായ തർജ്ജിമയുണ്ട്. ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം പുക്കു പോരിനൊരുങ്ങിയോർ എൻ കൂട്ടരും പാണ്ഡവരും എന്തോ ചെയ്തത് സഞ്ജയ. എന്തൊരു തർജ്ജിമ. അപ്പോൾ സഞ്ജയനോട് ചോദിക്കുകയാണ് ആ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട്, ആ യുദ്ധം, അപ്പോൾ സഞ്ജയൻ പറയുന്നുണ്ട്, ഞാൻ ഇതിൽ എൻ്റേതായ ഒന്നുമില്ല, എൻ്റെ അഭിപ്രായമേ ഇല്ല, കണ്ടതുപോലെ ഞാൻ പറയും എന്നാണ്. ലോകത്ത് ഇന്ന് വരെ ഒരു യുദ്ധവും ഒരു റിപ്പോർട്ടറും കണ്ടതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യത്തെ ലൈവ് റിപ്പോർട്ടർ അതല്ലേ? ആദ്യത്തെ ലൈവ് റിപ്പോർട്ടിംഗ് ആണത്. പിന്നെ കണ്ടതുപോലെ റിപ്പോർട്ടറുടെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളുമില്ല. ഇന്നിപ്പോൾ നമുക്കിത് പറയുമ്പോൾ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ യുദ്ധം റിപ്പോർട്ട് ചെയ്യില്ല, യുദ്ധത്തിൻ്റെ ആഖ്യാനവും വ്യാഖ്യാനവും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റത് സഞ്ജയൻ അങ്ങനെയല്ല. സഞ്ജയൻ യുദ്ധം റിപ്പോർട്ട് ചെയ്യുകയാണ്, റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ആഖ്യാനവും വ്യാഖ്യാനവും പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം വളരെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക അവരൊരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു, ഇനി ആഖ്യാനവും വ്യാഖ്യാനവും ഇല്ലാത്ത റിപ്പോർട്ടിംഗ് നടക്കില്ല എന്ന്. ഈ ആഖ്യാനവും വ്യാഖ്യാനവും ഇല്ലാതെ കണ്ട രീതിയിൽ പറയുന്നതാണ് സഞ്ജയൻ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് നടത്തിയ റിപ്പോർട്ടിംഗ്. അതുപോലൊരു മാതൃക വേറെ ലോകത്തില്ല. പക്ഷേ ആ മാതൃക പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ. ആ മാതൃക പഠിപ്പിക്കേണ്ടതില്ലേ? നമുക്കിവിടെ ഉള്ളതല്ലേ? എന്താ ഇങ്ങനൊരു യുദ്ധ റിപ്പോർട്ടിങ്ങിൻ്റെ മാതൃക മഹാഭാരതത്തിലുണ്ടെന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല.
ജേർണലിസം പഠിപ്പിക്കുന്ന ഏതെങ്കിലും അധ്യാപകന് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടെങ്കിൽ അവർ ഇതുകൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗികമായി ഇത് പരാമർശിച്ചു പോകും എന്നല്ലാതെ വേൾഡ് ഒരു സീനിൽ ലോകവേദിയിൽ ഇതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിതിൻ്റെ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു തകരാറാണത്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിയമവിദ്യാഭ്യാസം. കാരണം നിയമം നമ്മളുണ്ടാക്കിയേക്കണമല്ല. അത് നിയമം എപ്പോഴും ഒരു കോണ്ടെക്സ്ച്വൽ എൻറ്റിറ്റിയാണ്. ഒരു സാഹചര്യത്തിന് ആ സാഹചര്യത്തിൽ യോജിക്കുന്ന തരത്തിൽ രൂപപ്പെട്ടു വരുന്നതാണ് നിയമം. സാഹചര്യം മാറുമ്പോൾ എന്ത് മാറും? നിയമവും മാറും. അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞത് എന്ത്? മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് മാറ്റും ഇത് കളി നിങ്ങളെത്താൻ. കാരണം ഒരു കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ഇത് മാറണം. ഈ കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് നിയമവും മാറണമെന്ന് 2000 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് പറഞ്ഞത് ആരാണ്? യേശുദേവനാണ്. മാൻ ഈസ് സബത്ത് ഈസ് ഫോർ മാൻ, നോട്ട് മാൻ ഈസ് ഫോർ സബത്ത്. സബത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. ആ കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ ഇതും മാറണം എന്നുള്ളതാണ്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ ഇതും മാറണം എന്ന നിലക്കൊരു നിയമം ഉണ്ടാക്കും. നിയമത്തിൻ്റെ തത്വവിചാരം ഉണ്ടല്ലോ, നിയമതത്വവിചാരം. ആ നിയമതത്വവിചാരത്തെക്കുറിച്ച് നമ്മുടെ ലോ കോളേജുകളും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഇന്നും പഠിപ്പിക്കുന്നത് യൂറോ സെൻട്രിക് ആയിട്ടുള്ള ജൂറിസ്പ്രൂഡൻസാണ്. നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലേ? നിയമം പഠിച്ചോട് ചോദിച്ചു നോക്കൂ. യൂറോ സെൻട്രിക് ജൂറിസ്പ്രൂഡൻസാണ് പഠിപ്പിക്കുന്നത്. യൂറോപ്പിനൊരു നിയമ സംവിധാനത്തെക്കുറിച്ച് അവരാലോചിക്കുന്നതിന് മുൻപ്, അവരതിപ്രാകൃതരായി ജീവിക്കുന്നൊരു കാലത്തിനൊക്കെ മുൻപ്, ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് മുൻപ് ഒരു നിയമ സംവിധാനവും അതിൻ്റെ ഒരു തത്വവിചാരവും എല്ലാം നിലനിന്നൊരു രാജ്യമാണ് ഇന്ത്യ എന്ന നിലക്കെങ്കിലും അതറിയാനും പറയാനും പഠിപ്പിക്കാനും ശ്രമിക്കേണ്ടിയിരുന്നല്ലേ? അതെ, അത് ശ്രമിച്ചിട്ടേയില്ല. നമ്മുടെ ജഡ്ജിമാരും നമ്മുടെ വക്കീലന്മാരും എല്ലാവരും ഇപ്പോഴും നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഇംഗ്ലണ്ടിലെ കോടതി അങ്ങനെ പറഞ്ഞു, അമേരിക്കയിലെ കോടതി ഇങ്ങനെ പറഞ്ഞു. ഈ ഇംഗ്ലണ്ടിലെ കോടതിയും അമേരിക്കയിലെ കോടതിയും പറഞ്ഞ കാര്യങ്ങളാണ്. യൂറോ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവർ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതിനേക്കാളൊക്കെ വലിയ വിധത്തിലുള്ള കാര്യങ്ങൾ നടന്നൊരു സംസ്കാരം ഇവിടെ ഉണ്ടല്ലോ. ഈ അലക്സാണ്ടറിൻ്റെ കൂടെ ആ കാലത്ത് നടന്നൊരു സംഭവം ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഭൂമി വിറ്റു കഴിഞ്ഞപ്പോഴേക്കും അയാൾ കൃഷിക്ക് വേണ്ടി നിലം ഒരുക്കിയ സമയത്ത് അതിൽ നിന്നൊരു നിധികുംഭം കിട്ടി. അപ്പോൾ ഈ നിധികുംഭം തൻ്റേതല്ല എന്ന് ഭൂമി വാങ്ങിച്ച ആൾ, തനിക്കിതുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഭൂമി വിറ്റ ആൾ. ഇങ്ങനൊരു തർക്കം കേട്ടിട്ടുണ്ടോ? അങ്ങനെ തർക്കം ഉണ്ടായി. കാരണം ഭൂമി വിറ്റാൾ പറയണത്, ഞാൻ ആ വിറ്റ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൂടിയാണ് അയാൾക്ക് വിറ്റിരിക്കുന്നത്. അത് വിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കതിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യത്തിനും എനിക്ക് അവകാശമില്ല, എനിക്ക് അധികാരമില്ല, അതുകൊണ്ട് ഞാൻ അതെടുക്കില്ല എന്ന്. വാങ്ങിച്ചവൻ പറഞ്ഞാൽ എന്താ അറിയാമോ? ഞാൻ ഈ ഭൂമി വാങ്ങിക്കുന്ന സമയത്ത് ഭൂമിയാണ് വാങ്ങിച്ചത്, അതിനകത്തൊരു നിധികുംഭമുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കൊടുത്ത വിലയിൽ പെടാത്തതാണ് നിധികുംഭം, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന്. ഇങ്ങനെ ഒരു കേസ് നടന്ന ഒരു രാജ്യത്തിൻ്റെ നിയമതത്വവിചാരം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? അതെ. പക്ഷേ നമ്മുടെ സർവകലാശാലകൾ ഇന്ന് വരെ അതിന് പരിശ്രമിച്ചിട്ടില്ല. ഇന്ത്യൻ ജൂറിസ്പ്രൂഡൻസ് നമ്മുടെ സർവകലാശാലകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമല്ല. അവർക്കിതൊരു പരിഗണനാ വിഷയവുമല്ല. ഇത്രയും വലിയ സംസ്കാരമുള്ളൊരു രാജ്യത്ത്, മഹാഭാരതവും രാമായണവും എഴുതപ്പെട്ടിട്ടുള്ളൊരു രാജ്യത്ത്, അതിനു മുൻപ് ഏതാണ്ടൊരു 5000 വർഷത്തെ പഴക്കമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്ന വേദങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളൊരു കാലത്ത്, വേദമന്ത്രങ്ങൾ കണ്ടെടുത്തപ്പെട്ടിട്ടുള്ളൊരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ
ഈ നിയമത്തെക്കുറിച്ച് കൂടി അതിൻ്റെ തത്വവിചാരത്തെക്കുറിച്ച് കൂടി എന്തെങ്കിലും പറഞ്ഞിരിക്കുമെന്ന് അറിയുകയും അത് അന്വേഷിക്കുകയും അത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമ്പ്രദായം വേണ്ടതല്ലേ? അതെ. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെയ്യില്ല അതല്ലേ? അത് ചെയ്യില്ല. അത് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. ഇപ്പം ഈ വേദം അനുഭവമാണ് എന്നറിയാവുന്നവർ തന്നെ ഇല്ല. ഞാൻ ഫിലോസഫി പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ പറയണ വെർബൽ ടെസ്റ്റിമണി എന്നൊരു സാധനത്തിൽ പെടുത്തിയിട്ടാണ് പറയണത്. വെർബൽ ടെസ്റ്റിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമെന്താ അറിയാമോ? എനിക്കൊന്നും അറിയില്ല. പക്ഷേ സിനിജ് എവിടെയോ കണ്ടതായി പറയപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഖുർആൻ ദൈവവാക്യമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഉണ്ടോ? ഇല്ല. കാരണം ദൈവം ഗബ്രിയേൽ മാലാഖയ്ക്ക് കൊടുത്ത്, ഗബ്രിയേൽ മാലാഖ മുഹമ്മദിന് കൊടുത്തു, മുഹമ്മദ് നമ്മളോട് പറഞ്ഞു. നമുക്കതിൻ്റെ ഒന്നും അറിയില്ല. അപ്പോൾ പ്രവാചകന്മാർ ഉദീരണം ചെയ്തിരിക്കുന്ന മഹാവാക്യങ്ങൾ, ആ മഹാവാക്യങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ് വെർബൽ ടെസ്റ്റിമണി. വേദം അതല്ല. നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾക്ക് അതാണ് പ്രസിദ്ധമായ ഒരു കാര്യം. 1000 പേര് ഒരുമിച്ച്, 1000 പണ്ഡിതന്മാർ ഒരുമിച്ച് നിന്ന് പറഞ്ഞാലും പഞ്ചസാരക്ക് മധുരമല്ല കയ്പാണ് എന്ന് അവർ പറയുമ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ അതിന് മധുരമുണ്ടെങ്കിൽ മധുരമുണ്ട് എന്ന് തന്നെ പറയണം എന്നുള്ള പ്രസിദ്ധമായ വാക്യമുണ്ട് വേദത്തിൽ. സത്യസന്ധമാണ് അല്ല, നിങ്ങളുടെ അനുഭവമല്ലേ നിങ്ങൾ പറയേണ്ടത്. അത് സത്യസന്ധമായിട്ട് തന്നെ പറയണ്ടേ? ആ, അല്ലാതെ എൻ്റെ അനുഭവം നിങ്ങൾ പറയാൻ നിങ്ങളാരാണ്? ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റുമോ? അതും പറ്റില്ല. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം, പഞ്ചസാരയുടെ കാര്യം മധുരമല്ല കയ്പാണ് എന്ന് പറയുമ്പോൾ ഒരു നമ്പ്യാരുണ്ടായിരുന്നു, കുഞ്ചൻ നമ്പ്യാരെ. കഥ അറിയാമല്ലോ. എല്ലാവരും അമ്പലപ്പുഴ പാൽപ്പായസം കൊടുക്കുന്നു. അപ്പോൾ ഈ രാജാക്കന്മാർക്ക് ചില ഒരുപാട് അനുചരന്മാർ അല്ല, ഒരുപാട് അങ്ങനെയല്ല, ഒരുപാട് ഈ പരിഹാസ രൂപേണ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, നേരം പോക്കുകളുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞ അയ്യേ ഇതിന് മുഴുവൻ കയ്പാണല്ലോ എന്ന് പറഞ്ഞ് കഴിച്ച എല്ലാവരും കയ്പാണെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് കഴിച്ച എല്ലാവരും മാറ്റിവെച്ച്. നമ്പ്യാർ മാത്രം കോരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ നമ്പ്യാരെ പഞ്ചസാരക്ക് കയ്പില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പഞ്ചസാരയുടെ കയ്പ് അടിയന് വലിയ ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് ഞാൻ കഴിക്കാം. അപ്പോൾ നിങ്ങളുടെ അനുഭവം, വേദം അനുഭവമാണ്, വെർബൽ ടെസ്റ്റിമണി അല്ല. ഞാൻ വെറുതെ ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യയുടെ വിജ്ഞാനത്തെയും വികലമാക്കി അവതരിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ സർവകലാശാലകളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് മീരറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാരണം ജേർണലിസം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം. കാരണം എങ്ങനെയാണ് യുദ്ധം സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുക? കാരണം ഇയാൾ ആരുടെയും പക്ഷം ചേർന്നിട്ടില്ല. ആരുടെയും പക്ഷം ചേരാതെ അയാൾ പറഞ്ഞ് ദേ ഇവിടെ ഒരുത്തനൊരു നുണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആര്? ധർമ്മപുത്രർ. അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞിട്ട് കുഞ്ചര എന്ന് പറഞ്ഞ ധർമ്മപുത്രർ ഈ ചട്ടത്തരം ചെയ്തു എന്ന് പറയുന്നതും ആര് തന്നെയാണ്? സഞ്ജയനാണ്. ആ കണ്ടതുപോലെ പറയുന്നൊരു രീതി റിപ്പോർട്ടിങ്ങിൽ ഇനിയിപ്പോൾ വരില്ല എന്നാണ് പലരും പറയണത്. പക്ഷെ അത് വന്നില്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിന് സ്ഥാനമില്ല. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ടല്ല, അവിടെ എന്ത് നടന്നു എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടി. അപ്പോൾ ജേർണലിസത്തിലാണ് ഒരു ധാർമ്മിക നിലവാരം കുട്ടികളെ പഠിപ്പിക്കാൻ തീർച്ചയായിട്ടും ഇത് ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.